അതുകൊണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ, ലൈസൻസ് ഇല്ലാതെ, ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരാൾ വാഹനം ഓടിക്കുമ്പോ ആ വാഹനത്തിന്റെ ചീറിപ്പാഞ്ഞു പോകുന്ന വേഗതയിൽ അവനൊരു വേദനയുമില്ലാതെ ഒരു ആനന്ദമുണ്ട് എങ്കിൽ അതിൽ അവന്റെ ജീവൻ പൊലിഞ്ഞാൽ അവനൊന്നുമില്ല, സങ്കടപ്പെടുന്നത് ബാക്കിയുള്ളവരാണ്. അതിനൊരു ശരീരത്തിന്റെ കൂലിയുമില്ല, അത് സ്വയം ആത്മഹത്യയിലേക്ക് എടുത്തു ചാടിയ ശിക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വയമായി നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന വിശുദ്ധമായ ഖുർആന്റെ ആ സന്ദേശത്തെ മുറുകെ പിടിക്കുക. പലിശയായാലും എല്ലാ കുടുംബ ബന്ധങ്ങൾക്ക് വിള്ളൽ വരുത്തിക്കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളായാലും എല്ലാത്തിന്റെയും ഹേതുവമായിട്ട് പൈശാചികമായ ഇടപെടലുകളാണ്. പിശാചിന്റെ സ്വഭാവങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കൊലപാതകങ്ങൾക്കും എല്ലാ തിന്മകൾക്കും പിശാചിന്റെ സ്വാധീനമുണ്ട് നമ്മൾ തിരിച്ചറിയണം. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാമു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബു. അത് പിശാചിന്റെ മാർഗമാണ്. അതുകൊണ്ട് ഫജ്തനിബു, നിങ്ങൾ അത് ഒഴിവാക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിബ അലൈക്കുമുസ് സിയാമു, ഈ നോമ്പും നിസ്കാരങ്ങളും എല്ലാ സ്വതക്കകളും നമ്മൾ നിർവഹിച്ച ദാനധർമ്മങ്ങളും എല്ലാം നമ്മെ ഒരു മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയാണ്, നമ്മിൽ ഒരു മനുഷ്യത്വം രൂപീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈദിന്റെ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാനുള്ളത്, എന്റെ ജീവിതം ആ ജീവിതം കളഞ്ഞു കുടിക്കാനുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ആളുകളെ വെന്റിലേറ്ററിലിട്ട് പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ, ഐസിയുവിൽ കിടത്തി പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ, RCCയുടെയും ശ്രീചിത്തിര ഹോസ്പിറ്റലുകളുടെയും വലിയ നിലകളിൽ വർഷങ്ങളായി കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ, ആ രോഗികൾക്കിടയിൽ നിന്ന് ആരോഗ്യം എന്ന് പറയുന്ന വലിയ നിഅമത്തിനെ, വലിയ സൗഭാഗ്യത്തെ നമുക്ക് അല്ലാഹു നൽകിയില്ലേ? അതുകൊണ്ട് എന്റെ ഈ ആരോഗ്യം, അത് എന്റെ ഈ ആരോഗ്യം എനിക്ക് മാത്രമുള്ളതല്ല, അത് സഹജീവി സ്നേഹത്തിന് വേണ്ടി, എന്റെ ഉമ്മാക്ക് വേണ്ടി, എന്റെ ഉപ്പാക്ക് വേണ്ടി, ഈ ലോകത്ത് എന്റെ പരിസരങ്ങളിൽ, എന്റെ അയൽപ്പക്കങ്ങളിൽ വീണ് കിടക്കുന്ന മനുഷ്യരെ താങ്ങിയെടുക്കാനുള്ള ഒരു ജീവിതത്തിന്റെ വല്ലാത്ത ലഹരിയിലേക്കാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കടന്നു വരേണ്ടത്. പാതിരാത്രി നേരം കുറ്റാക്കൂരിരുട്ടാണ്, സുബൈക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ടില്ല. ആ സമയത്താണ് ആരും ഇല്ലാത്ത ഒരു വൃദ്ധ മാത്രം താമസിക്കുന്ന ഒരു ചെറുകുടിലിന്റെ അകത്തേക്ക് കൂന്നുകൊണ്ട് ഒരാൾ ആ ഇരുട്ടത്ത് കടന്നു പോകുന്നത്. ആ ഇരുട്ടത്തേക്ക് ആ സ്ത്രീ മാത്രമുള്ള ഒരു വൃദ്ധയായ ഉമ്മ, ആ ഉമ്മ വിസർജിച്ച മലമുണ്ട്, മൂത്രമുണ്ട്, അതെല്ലാം തുടച്ചു വൃത്തിയാക്കി ആ ഉമ്മാക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഒരാൾ ആ ഇരുട്ടത്ത് കടന്നു പോകുന്നുണ്ട്. ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ നിരീക്ഷിക്കുകയാണ്, ആരാണ് ഈ രാത്രിയിൽ ഇങ്ങോട്ട് കടന്നു പോകുന്നത്. ആ സമയത്ത് പതിഞ്ഞു നോക്കിയപ്പോ, ഒളിഞ്ഞു നോക്കിയപ്പോ ആരാണെന്നറിയോ? ആ മഹാവ്യക്തി, അത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വിശുദ്ധമായ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാണ്. അതുകൊണ്ട് ഇസ്ലാമിക ഖലീഫമാർ അവർ ഖിലാഫത്തിന്റെ അധികാരത്തിന്റെ കസേരകളോ അധികാരത്തിന്റെ സ്ഥാനങ്ങളോ ചെങ്കോലുകളോ അല്ല തലമുറയിലേക്ക്, സമൂഹത്തിലേക്ക് കൈമാറിയത്, മറിച്ച് പാവങ്ങളുടെ ശൗചപാത്രങ്ങളും പാവങ്ങൾക്ക് വേണ്ടി അവർ ആ രാത്രിയിൽ പോയി സേവനം ചെയ്ത ആ ദൗത്യവുമാണ് നമ്മളെ കൈമാറിയിരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ സമയത്ത് തന്റെ വാഹനവുമായി തന്റെ ഭൃത്യൻ അസ്ലം എന്ന് പറയുന്ന ആ ഭൃത്യനെയും കൂട്ടിയിട്ട് ആ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഉറങ്ങാത്തൊരു വീട് ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്താണ് ഒരു പ്രസവ വേദന എടുത്ത് നൊമ്പലമെടുത്ത് പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ കൊണ്ട് തന്റെ ഭർത്താവ് ബുദ്ധിമുട്ടുന്ന കാഴ്ച അനുഭവിക്കുന്നത്. ഉടനെ വാഹനം തന്റെ വീട്ടിലേക്ക് തിരിച്ചിട്ട് ഭാര്യയെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ തന്റെ സഹോദരന്റെ, തന്റെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു അനുയായിയുടെ, ഒരു പ്രജയുടെ ഭാര്യയുടെ പ്രസവം കൊടുത്ത ശേഷം പ്രസവം പൂർത്തിയായപ്പോൾ, യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ സഹോദരൻ ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കൂടെയുള്ള ആള് പോലും അറിയുന്നത് ഇത് അമീറുൽ മുഅ്മിനീനാണ്, ഇത് ഈ രാജ്യം ഭരിക്കുന്ന രാജാവാണ്, ഇത് അമീറുൽ മുഅ്മിനീനാണ്. എന്റെ ഭാര്യയുടെ പ്രസവം കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ, തന്റെ ഭാര്യയെ കൂട്ടി കടന്നു വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്റെ ഗോഡൌണിൽ പോയിട്ട് വലിയ ഗോതമ്പിന്റെ ചാക്കുകൾ, വലിയ ഭക്ഷ്യ വിഭവങ്ങൾ ആ രാത്രിയിൽ ആരും അറിയാതെ ആ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു ഇസ്ലാമിക ഖലീഫയുടെ, ആ ഖലീഫയുടെ പിന്മുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം, എന്റെ വീട്ടിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ
ഈ പിലാക്കാവ് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തിൽ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഉപ്പയുണ്ടെങ്കിൽ, മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ, മരുന്നുണ്ട്, കാശുണ്ട്, പക്ഷെ അവർക്ക് കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ, ഒരു ചെക്കപ്പ് നടത്താൻ, ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, എന്റെ യുവാക്കളെ, എന്റെ വിദ്യാർത്ഥികളെ, എന്റെ രക്ഷിതാക്കളെ, ഈ ഒരു അവസ്ഥകളെ കുറിച്ച് നാളെ അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യുന്നു എന്നൊരു വിചാരത്തിലേക്ക് ഈ ഈദിന്റെ ഈ പൊൻപുലരിയിൽ നമ്മൾ കടന്നു പോകണം. അപ്പോൾ ഈ ജീവിതം നമുക്ക് ലഹരിയാണ്. നമ്മുടെ ഉമ്മയെ സന്തോഷിപ്പിക്കുന്ന ഒരു ലഹരി, നമ്മുടെ ഉപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് ആ ഉപ്പയുടെ ആ പുഞ്ചിരി ഉണ്ടല്ലോ, നമുക്ക് വേണ്ടി ജീവിതത്തിന്റെ വലിയ കാലം നമുക്ക് വേണ്ടി ഉരുക്കി തീർന്ന ഒരു പിതാവ്, ആ പിതാവിന് വേണ്ടി ഒരു താങ്ങാവാനുള്ള ഒരു കരുത്തായി മാറണം എന്റെ ഈ രക്തം തുടിക്കുന്ന, എന്റെ ഈ ചോര തിളക്കുന്ന ഈ കൈകൾ, എന്റെ ഈ കാലുകൾ, എന്റെ ഈ ചിന്തകൾ. അല്ലാതെ നാം കുടുംബത്തിന്റെ ഭാരമായി, നമ്മുടെ അയൽവാസികൾക്ക് ഭാരമായി, നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും നോവായി, നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും പ്രയാസമായിട്ടല്ല നമ്മുടെ ഈ ജീവിതത്തെ നാം അടിച്ചുപൊളിക്കേണ്ടത്. നമ്മുടെ അടിച്ചുപൊളിയുടെ ലോകം അത് ഒരേ ഒരു ലോകമാണ്, അത് ആഖിറ ലോകമാണ്, അത് ആഖിറ ലോകമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും കണ്ണടയുന്ന ഒരു നേരം അത് മുൻകൂട്ടി നിശ്ചയിക്കാൻ അറിയാത്ത അത്രയും പരിതാപകരമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നിങ്ങൾ ഓർക്കണം, ഇതേപോലെ കിടന്നുറങ്ങിയ പുത്തൻ ഉടുമ്പുട്ട വസ്ത്ര സുഗന്ധത്തിന്റെ പരിമളം പൂശിയ മുണ്ടക്കയിലെ പള്ളികൾ ഇന്ന് ശ്മശാനം പോലെ മൂകമാണ്. അതുപോലെ തന്നെ പുഞ്ചിരിവട്ടത്തെ അല്ലെങ്കിൽ ചൂരൽമലയിലെ അല്ലെങ്കിൽ അട്ടമലയിലെ നമ്മുടെ കേവലം കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാലുള്ള ആ സ്ഥലത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ അത് മറ്റൊരു നാട്ടിൽ ഉണ്ടാവുകയില്ല എന്ന് പറയാനുള്ള ഒരു അധികാരത്തിന്റെ ഗ്യാരണ്ടി നമുക്ക് മുമ്പിലില്ല എങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതവും ബാക്കി വെക്കണം നന്മയുടെ അടയാളങ്ങളെ. നമ്മുടെ ജീവിതവും ബാക്കി വെക്കണം ഏറ്റവും നല്ല കരുതലിന്റെ, സ്നേഹത്തിന്റെ, ഏറ്റവും നല്ല ഒരുമയുടെ, ഐക്യത്തിന്റെ ഏറ്റവും നല്ല പുഷ്പങ്ങളെ. അങ്ങനെ ഒരു ഉദ്യാനത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ മക്കൾക്ക് പ്രതീക്ഷ നൽകണം. നമ്മൾ ഒരാൾ തിന്മ ചെയ്തിരുന്നത് കരുതി ആ തിന്മ ചെയ്ത വ്യക്തി ആട്ടിയോടിക്കാൻ കഴിയില്ല. ഒരു കുഷ്ഠരോഗം ബാധിച്ച നായയെ പോലും ആട്ടിയോടിച്ച ജനങ്ങൾക്കിടയിൽ നിന്ന് ആ നായയെ വീണ്ടെടുത്ത് ശുശ്രൂഷിച്ച് ടെന്റ് കെട്ടി ട്രീറ്റ്മെന്റ് നടത്തി ആ നായക്ക് ആരോഗ്യം വീണ്ടുകൊടുത്ത ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ തിന്മ ചെയ്തു പോയേക്കാം, ലഹരിയുടെ ആ കയത്തിൽ വീണു പോയേക്കാം. പക്ഷേ എല്ലാ ഉണ്ടാവണം. ഈ നാട്ടിലെ എല്ലാ മക്കളും, എല്ലാ നാടുകളിലെ എല്ലാ മക്കളും നമ്മുടെ മക്കളാണ്. ചോര തുളുമ്പുന്ന മക്കളാണ്, സിരയിലൂടെ ചോര ഒഴുകുന്ന മക്കളാണ്. അവർക്കും ഒരു ഉമ്മയുണ്ട്, അവർക്കും ഒരു ഉപ്പയുണ്ട്, അവർക്കും ഒരു പെങ്ങളുണ്ട് എന്ന വിചാരത്തിലേക്ക് വരുമ്പോ എല്ലാവർക്കും വേണ്ടിയുമാണ് നമ്മുടെ ഈ ശബ്ദമുയരേണ്ടത്. ലഹരിക്കെതിരെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കേണ്ടത്. അത് ഒരു വ്യക്തിയോടുള്ള സമരമല്ല, അത് പൈശാചികതയോടുള്ള സമരമാണ്. അത് പിശാച് പൈശാചികമായി ഇവിടെ ഉണ്ടാവുന്ന എത്രയെത്ര കോടിക്കണക്കിന് രൂപകളുടെ ആസ്തികളാണ് അനുനിമിഷം ഈ മാഫിയകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മകന്റെ ചോര കുടിച്ച്, നമ്മുടെ മകളുടെ മാനം കവർന്ന്, നമ്മുടെ കുടുംബത്തിന്റെ ആ കുടുംബ ബന്ധത്തിൽ വിള്ളൽ വരുത്തി, അങ്ങനെ സകല തിന്മകൾക്കും, സകല കൊലപാതകങ്ങൾക്കും, സകല തോന്നിവാസങ്ങൾക്കും മരുന്നിട്ട് കൊടുത്തിട്ട് ഇവിടെ വലിയൊരു ലോകം വളർന്നു വലുതാവുന്നുണ്ട്. ആ ഒരു മാഫിയക്കെതിരെയാണ് നാം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കേണ്ടത്. അത് കേവലം വാക്കുകൾ കൊണ്ടല്ല, നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തു പിടിച്ച് ആ മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകി, അവർക്ക് നന്നാവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത്, അവർക്ക് നന്മയുടെ, ധാർമ്മികതയുടെ ചുറ്റുപാടുകൾ ഒരുക്കി കൊടുത്ത്, അങ്ങനെ ആ മക്കളെ നമ്മൾ ചേർത്തു പിടിക്കണം. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യുവാക്കളെ, ഇന്ന് നമുക്കൊരു ബൈക്ക് കിട്ടിയാൽ ആ ബൈക്കിൽ ഈ അങ്ങാടിയിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ, പാതയോരങ്ങളിലൂടെ ഹൈ സ്പീഡിൽ നല്ല ഓൺ ചെയ്ത് നല്ല ശബ്ദമുണ്ടാക്കി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ട്. പക്ഷേ ഈ ആനന്ദം കൊണ്ട് ആർക്കും ഒരു ഗുണവും ലഭിക്കുന്നില്ല. നേരെ മറിച്ച് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസം സെന്റ് ഓഫുകളില്ല, പാർട്ടികളില്ല. ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി രക്ഷിതാക്കളും പോലീസ് സംവിധാനവും വിദ്യാലയങ്ങൾക്ക് മുമ്പിലേക്ക് വരേണ്ടി വന്നു. ആ സമയത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തീരുമാനിച്ചത് അവർ തന്നെ കാശെടുത്ത് പിരിച്ചിട്ട് തങ്ങൾ പഠിച്ച ആ സ്കൂൾ കലാലയം അത് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി, അവർ പഠിച്ചിരുന്ന ബെഞ്ചും ഡെസ്കും അതെല്ലാം പുത്തൻ പെയിന്റ് അടിച്ചുകൊണ്ട് ഒരു കുട്ടികൾ മാതൃകയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ നന്മ അവശേഷിക്കുന്നുണ്ട്. അവർ നന്മയിലാണ് ജീവിക്കുന്നത്. ആ നന്മയെ ഊതി കത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് വൈരാഗ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ, അതുപോലെ തന്നെ
മറ്റു പ്രയാസങ്ങളുടെ എല്ലാ സകല മതിലുകൾക്കും വിട നൽകിക്കൊണ്ട് ഒരു സ്നേഹത്തിന്റെ ഉദ്യാനമായി നമ്മുടെ മഹല്ലുകൾ മാറേണ്ടതുണ്ട്. അങ്ങനെ പാവങ്ങൾക്ക് ആശ്വാസമായി നമ്മുടെ മഹല്ലുകൾ മാറണം, പാവങ്ങൾക്ക് ആശ്രയമായി നമ്മുടെ മഹല്ലുകൾ മാറണം. അൽഹംദുലില്ലാഹ്, ഓർത്തു നോക്കൂ, റമദാൻ കടന്നു വന്നത് മുതൽ എത്രയെത്ര ആളുകളാണ് നമ്മുടെ പള്ളികളിലേക്ക് വന്ന്, എത്ര വലിയ സർജറിക്ക് വിധേയമായവർ, പ്രയാസപ്പെടുന്നവർ, അവർക്കൊക്കെ ഒരു സഹായം, ഒരു ആശ്വാസം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ് അത് ഏറ്റവും പുണ്യമായ കാര്യമാണ്.